ശ്രീ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായിക മറ്റൊന്നിലും തീലിപ്പും മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നിടുമീ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്ധഭാഗ്യം ജനാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോശ്രിത്വാ പ്രണമാമി മുഹുർമുഹുഃ. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവി. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ചതുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കൽ അരുളീടുക സർവകാലം. നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. ഇന്ന് നമുക്ക് കാണാനുള്ളത് ശ്രീമൻ നാരായണീയത്തിലത്തെ 83-ാമത്തെ ദശകം. 83-ാമത്തെ ദശകത്തില് മേൽപ്പത്തൂർ ആചാര്യൻ ശ്രീമദ് ഭാഗവതത്തിലത്തെ ദശമസ്കന്ധത്തിലത്തെ 65, 66, 67, 68 4 അധ്യായങ്ങളുടെ കഥ വളരെ ഭംഗിയായിട്ട് സംഗ്രഹിച്ചിട്ട് 10 ശ്ലോകങ്ങളിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭാഗവതത്തിലെ ഈ 4 അധ്യായങ്ങളിൽ എന്തൊക്കെ പറയണു? അതില് പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞ വ്യക്തി, പൗണ്ഡ്രകൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ രാജാവാണ്. വാസുദേവൻ എന്നാണ് പേര്, പൗണ്ഡ്രക വാസുദേവൻ. പൗണ്ഡ്രക വാസുദേവൻ ഭഗവാനാണെന്ന് നടിച്ചിട്ട് താനാണ് ഈശ്വരൻ എന്ന് എല്ലാവരുടെ മുമ്പിലും വിളംബരം ചെയ്യുന്നു. അങ്ങനെയുള്ള വാസുദേവന് ഭഗവാനോട് യുദ്ധം ചെയ്യാനും കൂടി തയ്യാറായിരുന്നു. അതിന്റെ പേരില് അങ്ങനെയുള്ള വാസുദേവന് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നത്. വധിക്കാന്ന് നമ്മൾ പറയണില്ല, അത് മോക്ഷമാണ്. പിന്നെ ബലരാമസ്വാമി വിവിധൻ എന്ന് പറഞ്ഞ വാനരനെ കൊല്ലുന്നതിനെ പറ്റി പറയുന്നു. അതും ഒരു അധ്യായമാണ്. അതും ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ബലരാമസ്വാമി തന്നെ യമുന നദിയോട് ഒരിക്കലും കോപിക്കാൻ ഇടയായി. അങ്ങനെ കോപിച്ചിട്ട് യമുന നദിയുടെ ഗതി മാറ്റുന്ന വിധത്തില് ഭഗവാൻ യമുന നദിയെ ശിക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അതും ഇവിടെ യമുനാകർഷണം എന്നാണ്. യമുനേനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഏത് വഴിയിലൂടെ യമുന ഒഴുകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിലൂടെ ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. പിന്നെ ഭഗവാന്റെ പുത്രനായിട്ടുള്ള സാമ്പൻ, ഭഗവാനും ജാമ്പവതിക്കും കൂടി ഉണ്ടായ പുത്രൻ സാമ്പൻ ദുര്യോധനന്റെ പൗത്രിയായിട്ടുള്ള ലക്ഷണ എന്ന് പറഞ്ഞ പുത്രിയായിട്ടുള്ള ലക്ഷണ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സ്വയംവര വേളയിൽ അപഹരിച്ചു. അതുകൊണ്ട് സാമ്പനെ അവര് ബന്ധിച്ചു, കൗരവന്മാര്. ആ സമയത്ത് ബലരാമസ്വാമി അവിടെ പോയതും ബലരാമസ്വാമി തന്റെ പക്ഷത്തെ ശക്തി നല്ല പോലെ തെളിയിച്ചു കൊടുത്തതും കൗരവന്മാര് ഭഗവാന്റെ കാൽക്കല് മാപ്പ് പറഞ്ഞു വീണതും
അങ്ങനെ 4 അധ്യായത്തിലെ കഥകള് ഇവിടെ ഒതുക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. 83-ാമത്തെ ദശകത്തിലത്തെ 1-ാമത്തെ ശ്ലോകം. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേത യമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം ന്യയുക്ത തവ പൗണ്ഡ്രകവാസുദേവ. ശ്രീ ബലഭദ്രസ്വാമി, രാമൻ എന്ന് പറഞ്ഞാൽ ബലരാമസ്വാമി, ഭഗവാന്റെ ജ്യേഷ്ഠൻ. ബലരാമസ്വാമി ഒരിക്കലും ഗോകുലത്തിൽ പോയി. ഇപ്പൊ അവരൊക്കെ ദ്വാരകയിലാണ്. ചെറിയ കുട്ടിയാകുമ്പോ ഗോകുലത്തിലുണ്ടായിരുന്നു. ഇപ്പോ ഗോകുലത്തില് പരിചയമുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടും യമുന നദിയിൽ ഒരു ജലക്രീഡ നടത്താനും അങ്ങനെ പലതിനും വേണ്ടി ഒരു വിനോദയാത്ര പോലെ ബലരാമസ്വാമി വീണ്ടും തന്റെ കുട്ടിക്കാലം ചെലവഴിച്ച ഗോകുലത്തിലേക്ക് പോയി. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഭൂതാനുപേത യമുനാ ദമനേ മദാന്ധേ. അവിടെ ഭഗവാനോട്, കൃഷ്ണനോട് പ്രേമം തോന്നിയ ഗോപികമാരായിരുന്നു അധികവും. ചുരുക്കം ചിലർക്ക് ബലരാമസ്വാമിയോട് കൂടുതൽ ഒരു സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗോപികമാരുമായിട്ട് ലീലകളാടണം, അതിനൊക്കെ വേണ്ടിയാണ് അവിടെ പോയത്. അപ്പൊ ജലക്രീഡ നടത്തണമെന്നുണ്ടെങ്കിൽ യമുന നല്ല പോലെ അടുത്തുകൂടെ നല്ല പോലെ ഒഴുകണം. അതിനുവേണ്ടി യമുനാ നദിയെ വിളിച്ചു. യമുനാ നദി അത് വിഗണിച്ചു. ഒട്ടും തന്നെ ആ അപേക്ഷ സ്വീകരിച്ചില്ല. ആ സമയത്ത് ബലരാമസ്വാമി തന്റെ ശക്തി കാണിച്ചിട്ട് യമുനാ നദിയെ കലപ്പ കൊണ്ട് വലിച്ച് താൻ ഉദ്ദേശിച്ച സ്ഥലത്തുകൂടെ പ്രവഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഡൽഹിയിൽ പോയാല് യമുനാ നദി ഒഴുകുന്നത് കാണുമ്പോ ഒരു പ്രത്യേക പോയിന്റില് യമുനാ നദിയെ ബലം ഉപയോഗിച്ച് വലിച്ചതിന്റെ ഒരു ലക്ഷണം കാണാനുണ്ട് എന്ന് പറയാറുണ്ട്. എന്തായാലും അവിടെ യമുന കുറെ ദൂരം കൂടി ഒഴുകിയിട്ടാണ് ഗംഗാ നദി അതിൽ വന്ന് ചേരുന്നത്. ആ യമുന ഗംഗാ സംഗമത്തിന്റെ ഒക്കെ മുമ്പാണ് ഗോകുലത്തിൽ കൂടെ ഒഴുകുന്ന യമുനയുടെ ഭാഗം നമ്മൾ കാണുന്നത്. ആദ്യത്തെ 2 വരിയില് യമുനാ കർഷണം എന്ന് പറഞ്ഞ ആ ഭാഗം ഇവിടെ കാണിച്ചു. യമുനാ നദിയെ അങ്ങനെ ബലം പ്രയോഗിച്ച് ഒഴുകിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് യമുനാ നദി ബലരാമസ്വാമിയോട് മാപ്പ് പറഞ്ഞ് ഭഗവാന് ജലക്രീഡ നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ആ കഥ അവിടെ 2 വരിയില് അതാണ് യമുനാദമനെ, യമുനയെ അടക്കി, മദാന്ധേ, ഭഗവാൻ മദം പിടിപ്പിക്കുന്ന പല വസ്തുക്കളും കഴിച്ചിരുന്നു. എന്നിട്ട് ജലക്രീഡയ്ക്ക് പുറപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായത്. ഇതൊക്കെ 2 വരിയിൽ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പൗണ്ഡ്രക വാസുദേവന്റെ കഥയിലേക്ക് കിടക്കുകയാണ്. സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം യയുക്ത തവ പൗണ്ഡ്രക വാസുദേവ. കരൂഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം, അവിടുത്തെ രാജാവാണ് വാസുദേവൻ. പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് പറയുന്നത്. പൗണ്ഡ്രക വാസുദേവൻ പെട്ടെന്ന് അദ്ദേഹത്തിന് വളരെ ചെറിയ കുട്ടിയാണ്. ഭാഗവതത്തിൽ അത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ മേൽപ്പത്തൂർ ആചാര്യൻ എടുത്തു പറയുന്നുണ്ട്, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പൗണ്ഡ്രക വാസുദേവന്റെ കൂട്ടുകാരൊക്കെ നീ ഈശ്വരൻ തന്നെയാണ്, നീ നാരായണന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ കുട്ടികളോട് പലതും പറഞ്ഞ് കളിപ്പിക്കാറുണ്ട് അവരെ. ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങള് അവരുടെ മനസ്സില് ആഴത്തിൽ പതിയും. എത്ര വലുതായാലും പിന്നെ ആ വിചാരം ആർക്കും മാറ്റാൻ പറ്റില്ല. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. പിന്നെ പോരെങ്കിലും വലുതായ സമയത്ത് അനേകം സേവകന്മാരുണ്ട്, കിങ്കരന്മാരുണ്ട്. അവരെപ്പോഴും യജമാനന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, പ്രഭുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുക. അവരും വാസുദേവന്റെ ഈ വിചാരം
താൻ ഈശ്വരനാണ്, സാക്ഷാൽ നാരായണനാണ്, നാരായണന്റെ അവതാരം താനാണ് എന്ന ഈ വിചാരം അവര് ആ വിചാരത്തെ കൊഴുപ്പിച്ചു. അങ്ങനെ അവരുടെ സേവകന്മാരുടെ വാക്കൊക്കെ കേട്ട് ബാലിശമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട് പൗണ്ഡ്രക വാസുദേവൻ താനാണ് വാസുദേവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. ആ സമയത്ത് രണ്ടാമത്തെ ശ്ലോകം നോക്കൂ. നാരായണോഹം അവതീർണ ഇഹാസ്മി ഭൂമോ തത്സേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം വ്രജമാമിതി ത്വം ദൂതോ ജഗാദ സകലേർ ഹസിത സഭായം. ഞാൻ നാരായണനാണ്, നാരായണനായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. നാരായണോഹം അഹം നാരായണ അവതീർണനായിരിക്കുകയാണ് ഈ ഭൂമിയില്. തത്സേകില ത്വമപി മാമക ലക്ഷണാനി. എന്റെ ലക്ഷണം നാരായണൻ എന്നുള്ള നിലയിൽ എനിക്ക് മഞ്ഞപ്പട്ടുണ്ട്, പിന്നെ കൗസ്തുഭരത്നം കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്, നെഞ്ചത്ത് ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടുള്ള മറുകുണ്ട്, പിന്നെ എന്റെ കിരീടം മകരകുണ്ടലങ്ങള്, ഇതൊക്കെ എന്റെ ലക്ഷണങ്ങളാണ്. ഹേ കൃഷ്ണ, നീയും കുറച്ചൊക്കെ ആ ലക്ഷണങ്ങൾ നിനക്കുമുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നീ ധരിച്ചു നടക്കുകയാണ്. അത് വാസ്തവത്തിൽ പൗണ്ഡ്രക വാസുദേവനാണ് കൃത്രിമമായിട്ട് ആ ലക്ഷണങ്ങൾ അണിഞ്ഞു നടക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് പറയുന്നത്. എന്റെ ലക്ഷണങ്ങള് നീയും ഒരളവോളം ധരിച്ചു നടക്കുന്നുണ്ട്. അതൊക്കെ വേഗം വെടിഞ്ഞിട്ട്, അതായത് അതൊക്കെ വേഗം ഉപേക്ഷിച്ചിട്ട് എന്റെ കാൽക്കൽ വന്നിട്ട് ശരണം പ്രാപിക്കൂ. നാരായണൻ എന്നുള്ള നിലയില് ഏറ്റവും ശരണ്യനായിട്ടുള്ള ആളാണ് ഞാൻ. ആരെയെങ്കിലും ശരണം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ അത് നാരായണനെ ആയിരിക്കും. അങ്ങനെയുള്ള എന്നെ ശരണം പ്രാപിച്ചിട്ട് നീ നിന്റെ കൃത്രിമമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേഗം വരൂ എന്ന് പറയണം. ഇങ്ങനെ ദൂതൻ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ദ്വാരകയില് യാദവ സഭയിൽ വന്നിട്ട് ഇത് പറഞ്ഞ സമയത്ത് ദൂതോ ജഗാദ, ദൂതൻ പറഞ്ഞു, സകലൈർ ഹസിത സഭായ, സഭയിലുള്ള എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അവർക്കൊക്കെ പരിഹാസം തോന്നി. ഈ ദൂത് കൊടുത്തയച്ച ആളോട് അവർക്കൊക്കെ പരിഹാസം തോന്നി. ആ സമയത്ത് ദൂതൻ അത് വന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അവരെല്ലാരും ചിരിച്ചു. മൂന്നാമത്തെ ശ്ലോകത്തില് ദൂതേധ യാദവതി യാദവ സൈനികൈസ്ത്വം യാദോ ദദർശിത വപു കില പൗണ്ഡ്രകീയം താപേന വക്ഷസി ഹൃദാംഗമനൽപമൂല്യ ശ്രീകൗസ്തുഭം മകരകുണ്ടലപീതചേലം. ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു വെല്ലുവിളി കൃഷ്ണൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് കൃഷ്ണൻ പൗണ്ഡ്രക വാസുദേവന്റെ രാജധാനിയിലേക്ക് പോവാൻ വേണ്ടി തീർച്ചയാക്കി. പോണ സമയത്ത് യാദവ സൈന്യത്തെയും കൂടെ കൂട്ടിയിരുന്നു. കാരണം എന്താ വെച്ചാല് വളരെ ചിരിച്ചു തള്ളാവുന്ന ഒരു കാര്യമാണെങ്കിലും ഈ കാര്യം ഗൗരവമാർജിക്കും. അവിടെ എത്തണ സമയത്ത് യുദ്ധം വേണ്ടിവരും. അപ്പൊ യാദവ സൈന്യത്തെ കൂട്ടിയിട്ടാണ് ഭഗവാൻ അവിടെ പോയത്. ദൂതേധ യാദവതി, ദൂതൻ പോയ സമയത്ത് യാദവ സൈനികൈസ്ത്വം, യാദവ സൈനികന്മാരോട് കൂടിയിട്ട്, യാദവ സേനയോട് കൂടിയിട്ട് യാദോ പോയി ഭഗവാൻ. ദദർശിത വപു കില പൗണ്ഡ്രകീയം, പൗണ്ഡ്രക വാസുദേവൻ ധരിച്ചിട്ടുള്ള ആ പൗണ്ഡ്രക വാസുദേവന്റെ ശരീരവും അതിൽ ധരിച്ചിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു. താപേന വക്ഷസി കൃതാംഗം, ഭഗവാന്റെ മാറില് ഒരു ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുകുണ്ട്. അത് ശ്രീനാരായണനുള്ള മറുകാണ്. ശ്രീമൻ നാരായണന്റെ ഭക്തജനങ്ങളോടുള്ള നിത്യനിതാന്ത വാത്സല്യത്തിനെയാണ് അത് കാണിക്കുന്നത്. അതെങ്ങനെയാണ് നാരായണന് കിട്ടിയത് എന്നുള്ളത് മറ്റൊരു കഥയിൽ പറയുന്നുണ്ട്. ഈ ലോകത്തില് ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ, ഈ 3 പേരും ത്രിമൂർത്തികള്, ദേവന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവര്. ഇതിൽ ആർക്കാണ് ഏറ്റവും അധികം സാത്വികത എന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രീ
ഭൃഗു മഹർഷി ഒരു പരീക്ഷണത്തിന് പുറപ്പെടുകയാണ്. ബ്രഹ്മാവിന്റെ അടുത്ത് പോയി ബ്രഹ്മാവിനോട് ചില കാര്യങ്ങൾ ബ്രഹ്മാവിനെ അടുത്ത അച്ഛന്റെ അടുത്ത് പോയി. ഭൃഗുവിന്റെ അച്ഛനാണ് ബ്രഹ്മാവ്. അടുത്ത് ചെന്നു, മാനിച്ചില്ല. സാധാരണ അച്ഛനെ കണ്ടാൽ താണ് തൊഴുത് വണങ്ങാറുണ്ട്, അതൊന്നും ചെയ്തില്ല. ആ സമയത്ത് ബ്രഹ്മാവിന് ദേഷ്യം. അങ്ങനെ ഒരു ഔപചാരികതയും ഇല്ലാതെ തന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഒരു അഭിവാദനത്തിന്റെ രൂപത്തിൽ ഒരു വാചകം പറയാം, അതല്ലെങ്കിൽ ഒരു ചേഷ്ട കാണിക്കുക, ഒന്ന് ജെസ്റ്റർ ചെയ്യുക, ഒന്നുമില്ല. ബ്രഹ്മാവിന് ദേഷ്യം എന്ന് കോപിച്ചു. അപ്പൊ ഭൃഗു മഹർഷി മനസ്സിൽ കണക്ക് കൂട്ടി, കണ്ടില്ലേ, സാത്വികത അത്രയൊന്നുമില്ല, രാജസികതയാണ് കയ്യിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശിവനെ പരീക്ഷിക്കാൻ വേണ്ടി പോയി. അവിടെ പോയ സമയത്ത് ശിവനും ബ്രഹ്മപുത്രനാണ്, ബ്രഹ്മാവിന്റെ പുത്രനാണ്. ഭൃഗു മഹർഷിയും ബ്രഹ്മാവിന്റെ പുത്രനാണ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ എന്നുള്ള ഭാവത്തിൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് ഭൃഗു മഹർഷി വേണമെന്ന് വിചാരിച്ചിട്ട് ശിവനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിക്കരുതേ, ഈ ശ്മശാനത്തിൽ വസിച്ചിട്ട് അങ്ങയുടെ ദേഹം മുഴുവനും ഭസ്മമാണ്, കഴുത്തിലാണെങ്കിൽ പാമ്പാണ്, കയ്യിലാണെങ്കിൽ കപാലമാണ്, തലയോട്ടിയാണ്, ഈ വേഷത്തിൽ എന്നെ വന്ന് പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മഹാദേവനോട് ദേഷ്യപ്പെട്ട സമയത്ത് മഹാദേവന് കലശലായിട്ടുള്ള കോപം വന്നു. ആ സമയത്ത് ശൂലം കൊണ്ട് ഭൃഗു മഹർഷിയെ കുത്താൻ വേണ്ടി പുറപ്പെട്ടു. പാർവതി ദേവി ഇടപെട്ടത് കൊണ്ട് അത് നടന്നില്ല. അങ്ങനെ ഭൃഗു മഹർഷി ശ്രീമൻ നാരായണന്റെ ഭഗവാന്റെ അടുത്തെത്തി. നാരായണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പതിയാണ്. ലക്ഷ്മി ദേവി ഭൃഗു മഹർഷിയുടെ പുത്രിയാണ് എന്നാണ് സങ്കല്പം. സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു, പക്ഷെ ആ ദേവി ശരിക്കും ഭൃഗു മഹർഷിയുടെ പുത്രിയാണ്. അങ്ങനെ തന്റെ പുത്രിയെയും പിന്നെ ജാമാതാവിനെയും മകളെയും സണ്ണില്ലോനെയും ഒരുമിച്ച് കണ്ടു വൈകുണ്ഠത്തിൽ പോയിട്ട്. ഭഗവാൻ നാരായണൻ ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അവർ രണ്ടുപേരും കൂടി പല സ്നേഹം വഴിയണ വാക്കുകൾ അന്യോന്യം പറഞ്ഞൊക്കെ കൊണ്ടിരിക്കുമ്പോ ഭൃഗു മഹർഷി ഒരു മര്യാദയില്ലാത്തവനെ പോലെ അവിടേക്ക് കയറി ചെന്നിട്ട് ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടി, ശക്തിയായിട്ട് ചവിട്ടി. ഭഗവാന്റെ മാറിടമാണെങ്കിൽ വളരെ മൃദുവാണ്. ആ മാറിടത്തിലാണ് ഭൃഗു മഹർഷി ചവിട്ടിയത്. അത് കഴിഞ്ഞ് ആ സമയത്ത് ഭഗവാൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറയും, മഹർഷി, എന്ത് പറ്റി? അങ്ങയുടെ കാലിന് വല്ല ക്ഷതവും പറ്റിയോ എന്റെ നെഞ്ചില് തട്ടിയിട്ട് എന്ന് ചോദിച്ചിട്ട് സാത്വികമായിട്ടുള്ള ഒരു പ്രതികരണം കാണിച്ച സമയത്ത് ഭൃഗു മഹർഷിക്ക് മനസ്സിലാവും, 3 ദേവന്മാരിലും ഏറ്റവും സാത്വികത നാരായണനാണ് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ പക്ഷെ ഭഗവാൻ തന്റെ നെഞ്ചത്ത് ആ കാൽപ്പാട് സൂക്ഷിച്ചു. അത് അത് മായ്ച്ചു കളയാൻ ഭഗവാന് പ്രയാസം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ പോലും ക്ഷമിക്കുന്ന ഭഗവാന്റെ സ്വഭാവത്തിന് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തില് തന്റെ മാറില് ഭൃഗു മഹർഷിയുടെ കാൽപ്പാട് എന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളൊക്കെ പറയാറുള്ള ശ്രീവത്സം. ഭഗവാന്റെ ഭക്തന്മാരോടുള്ള കാരുണ്യം, ക്ഷമ, സ്നേഹം, അതിൻ്റെ ഒക്കെ പ്രതീകമാണ്, സിമ്പലാണ് ശ്രീവത്സം. ഇവിടെ പൗണ്ഡ്രക വാസുദേവൻ എന്താണ് ചെയ്തിട്ടുള്ളത്? താപേന വക്ഷസി കൃതാംഗം, താപേന ചൂടുകൊണ്ട്, അതായത് ഒരു നല്ല ഒരു ചട്ടുകം പോലെയുള്ള ഒരു സാധനം നല്ല പോലെ പഴുപ്പിച്ച് അത് നെഞ്ചത്ത് വെച്ചിട്ട് താപേന ചൂടുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് ശ്രീവത്സം, ഞാനിതാ ശ്രീവത്സം ധരിച്ചിരിക്കണു. പിന്നെ കൗസ്തുഭം, ഭഗവാന്റെ കഴുത്തിലാണ് കൗസ്തുഭം. വാസുദേവൻ ഏതോ ഒരു വില കൊടുത്ത് ഒരു കല്ല് വാങ്ങി, തിളങ്ങുന്ന ഒരു കല്ല് വാങ്ങി, അത് കൗസ്തുഭം എന്ന പോലെ അണിഞ്ഞിരിക്കണു. കാതിലെ മകരകുണ്ടലങ്ങൾ, മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങള്, പീതചേലം, മഞ്ഞ നിറത്തിലുള്ള ചേല, മുണ്ട് ഉടുത്തിരിക്കുന്നു. അതൊക്കെ ഭഗവാൻ കണ്ടു. ഭഗവാന് ചിരിക്കണോ എന്ത് ചെയ്യണോ എന്നുള്ളത് അറിയില്ല. ആ വിധത്തിലാക്കി ഭഗവാന് ഇതൊക്കെ കാണിച്ചു കൊടുത്തു.
ആ സമയത്ത് ഭഗവാൻ അടുത്തെത്തിയപ്പോ എന്ത് ചെയ്തു? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, കാളായസം നിജ സുദർശനമസ്യതോസ്യ കാലാനലോത്കരകിരേണ സുദർശനേന ശീർഷം ജഗർത്തിധ മമർദ്ധ ചാസ്യ സേനം തന്മിത്ര കാശിപശിരോപി ചകർദ്ധ കാശ്യം. ഭഗവാൻ സുദർശനം ധരിക്കുന്നത് പോലെ ഇവിടെ പൗണ്ഡ്രകനും ഒരു സുദർശനം ധരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? അത് വെറും കാരിരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, കാളായസം. അങ്ങനെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ തന്റെ സുദർശനം അത് ഭഗവാന്റെ നേർക്ക് പ്രയോഗിക്കുകയാണ്. ആ സമയത്തോ ഭഗവാന്റെ കയ്യിലുള്ള സുദർശനമോ അത് കാലാനലന്റെ പോലെ പ്രളയകാലത്തില് എല്ലാം നശിക്കേണ്ട സമയം വരുമ്പോ സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് വലുതായ തീയെ ജ്വലിക്കും. ഇതാണ് പ്രളയാഗ്നി, കാലാഗ്നി. ആ അഗ്നിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് പ്രളയത്തിന്റെ അഗ്നിജ്വാലകളെ പ്രസരിപ്പിക്കുന്ന ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ പൗണ്ഡ്രകന്റെ തല ഛേദിച്ചു. അങ്ങനെ പൗണ്ഡ്രകന് മോക്ഷം കിട്ടി. ഇവിടെ ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ സ്മരിച്ചാല് ആ വ്യക്തിക്ക് മോക്ഷം കിട്ടും. ഇവിടെ പൗണ്ഡ്രകൻ വെല്ലുവിളിക്കുന്നത് പോലെയാണ്. പല തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. കംസൻ ഭഗവാനെ തന്നെ ഓർത്ത് ഭയന്ന് ജീവിച്ചു. കംസനെ ഭഗവാൻ കൊന്നു. കംസനിൽ നിന്ന് വലിയൊരു തേജസ് ഭഗവാനിലേക്ക് ലയിച്ചു. പിന്നീട് നമ്മൾ കാണും ശിശുപാലന്റെ, ഇതുവരെ കണ്ടിട്ടുണ്ട്, ശിശുപാലന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരും ദുഷ്ടന്മാര് പോലും ഒന്നുകിൽ ഭഗവാനെ പേടിച്ചുകൊണ്ട് കഴിയും, അതല്ലെങ്കിൽ ഭഗവാനെ ദ്വേഷിച്ചുകൊണ്ട് കഴിയും, അല്ലെങ്കിൽ ഭഗവാനെ എപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. അതാണ് പൗണ്ഡ്രക വാസുദേവൻ ചെയ്തത്. എപ്പോഴും ഭഗവാനെ ആലോചിച്ചത് കൊണ്ടാണ് പൗണ്ഡ്രക വാസുദേവന് ഇത്ര വലിയ ഒരു മോക്ഷം കിട്ടിയത്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, എല്ലാവരും ഭഗവാനല്ലേ. ഇവിടെ ഭഗവാൻ തന്നെയല്ലേ എല്ലാവരുമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ ഞാനാണ് എന്ന് പറഞ്ഞത് തെറ്റാണോ? ഒരു തരത്തിലല്ല. താത്വികമായിട്ട് തെറ്റല്ല, പക്ഷെ വ്യാവഹാരിക നിലയിൽ അത് തെറ്റാണ്. അപ്പൊ ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ സ്മരിച്ചാല്, ദേഷ്യത്തോടു കൂടി ആയാലും വേണ്ടില്ല, ഇഷ്ടത്തോടു കൂടി ആയാലും വേണ്ടില്ല, തീർച്ചയായിട്ടും ഭഗവാൻ ആ വ്യക്തിക്ക് മോക്ഷം കൊടുക്കും. അങ്ങനെ പൗണ്ഡ്രകന് മോക്ഷം കൊടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു? ഈ സുദർശനം സുദർശന ചക്രം പൗണ്ഡ്രക വാസുദേവന്റെ കഴുത്ത് അറുത്തു. ശീർഷം ചകർത്തിത. പൗണ്ഡ്രക വാസുദേവന്റെ കഴുത്ത് അറുത്തു. പൗണ്ഡ്രക വാസുദേവന്റെ സൈന്യങ്ങളുണ്ടല്ലോ, മമർദ്ദിത ചാസ്യ സേനാം, സേനയെ മുഴുവനും അടിച്ചു വീഴ്ത്തി, അവരെ നാനാവിധമാക്കി. പൗണ്ഡ്രക വാസുദേവനെ എപ്പോഴും സഹായിച്ചുകൊണ്ട് കാശി രാജാവ് ഉണ്ടായിരുന്നു. ആ കാലത്തെ കാശി രാജാവ് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ എപ്പോഴും താല്പര്യമുള്ള ആളായിരുന്നു. ആ കാശി രാജാവിന്റെ തലയെ വെട്ടി, ഈ കരുഷത്തിലുണ്ടായിരുന്നു ആ സമയത്ത് പൗണ്ഡ്രക വാസുദേവന്റെ കൂടെ. ആ കാശി രാജാവിന്റെ തല വെട്ടി, തല കാശിയിൽ കൊണ്ടുപോയി ഇടിയിപ്പിച്ചു. ദൂരത്താണ്, അത്ര ഭംഗിയായിട്ടാണ് വെട്ടിയത്. തല അവിടെ പോയി വീണു. അങ്ങനെ പൗണ്ഡ്രകന് മോക്ഷം കിട്ടി. ഇപ്പൊ അടുത്തതില് ഒന്നുകൂടി അതിന്റെ കാരണം പറയുന്നു. ജാള്യേന ബാലകഗിരാവി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യതിയാഗതോ ഭൂത് ഭോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാത്. കുട്ടിയാവണ കാലത്ത് ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് ബുദ്ധിമാന്ദ്യം കൊണ്ട് എന്ന് പറയാം. അതായത് പൗണ്ഡ്രക വാസുദേവന് വേണ്ട വിധത്തിൽ ആലോചിക്കാൻ ശക്തിയില്ല. ജാള്യേന എന്ന് ഇവിടെ പറയണത് ആ ബുദ്ധിമാന്ദ്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ കുട്ടിയാവണ കാലത്ത് പലരും പറഞ്ഞിട്ടുള്ള ബുദ്ധി വികസിക്കാത്ത ആൾക്കാര് അവരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഞാനാണ് വാസുദേവൻ എന്ന് രൂഢമതിശ്ചിരംസ എത്രയോ കാലമായി വിചാരിക്കുന്നു.
ഞാനാണ് വാസുദേവൻ, ഞാനാണ് വാസുദേവൻ എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ എത്രയോ കാലമായിട്ടുള്ള ആ സ്മരണ കാരണമാണ് വാസുദേവന് മോക്ഷം കിട്ടിയത്. സായുജ്യമേവ ഭവതൈക്യധിയാഗതോ ഭൂത്. ഭഗവാനുമായിട്ടുള്ള ഐക്യം, ഐഡന്റിഫിക്കേഷൻ, ഞാനാണ് നാരായണൻ എന്നുള്ള ഭാവം. അതുകൊണ്ട് ആ വ്യക്തിക്ക് സായുജ്യം കിട്ടി, ഭഗവാന്റെ ലയിക്കാൻ പറ്റി. എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ കൃപ ഈ ഭൂലോകത്തില് നടന്നു പോണത്, വർക്ക് ചെയ്യണത്, എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹ ഭാവം വർക്ക്ഔട്ട് ചെയ്യണത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഓ നാമകസ്യ സുഹൃതം, ആരുടെ സുഹൃതം എപ്പോഴാണ് പരിപാകപ്പെടുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓ നാമകസ്യ സുഹൃതം കഥമിത്യവേയാത്. ഈ ഭഗവാന്റെ സുഹൃതം ആരില് എപ്പോ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞു, പൗണ്ഡ്രക വാസുദേവന്റെ കഥ കഴിഞ്ഞു. പക്ഷേ കാശി രാജാവിനെ കൊന്നു എന്നുള്ളത് കാശി രാജാവിന്റെ മകന് സഹിക്കാൻ പറ്റിയില്ല. അതിനെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തില്. കാശീശ്വരസ്യ തനയോദസു ദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലം കമപി ബാണരണാദിഭീതൈർ ഭൂതൈ കഥഞ്ചന ഹൃദൈ സമമഭ്യമുഞ്ചത്. കാശീശ്വരന്റെ, കാശിരാജാവിന്റെ പുത്രൻ, തനയൻ പുത്രൻ സുദക്ഷിണൻ എന്ന് പേരുള്ള ആ പുത്രൻ വേഗം പോയി എങ്ങനെയെങ്കിലും കൃഷ്ണനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഭവൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ, ശർവൻ ഭവൻ എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ മഹാദേവനെ പൂജിച്ചു. എന്നിട്ട് കുറെ ആഭിചാരങ്ങളും ചെയ്തു, ദുർമന്ത്രവാദമൊക്കെ ചെയ്തു കൃഷ്ണന്റെ നേർക്ക്. എന്നിട്ട് കൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യയെ, ഭീകര സ്വരൂപിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ സൃഷ്ടിപ്പിച്ചു ഈ ഹോമാഗ്നിയിൽ നിന്ന്. അവരെന്ത് ചെയ്തു? അതിന്റെ കൂടെ പണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് ബാണയുദ്ധം, ബാണനും കൃഷ്ണനും തമ്മിലുള്ള യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കാലത്ത് ബാണന്റെ പോയ സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് എങ്ങനെയൊക്കെയോ ചേർത്ത് ഈ കൃത്യയെ ജനിപ്പിച്ച് സുദക്ഷിണൻ എന്ന് പറഞ്ഞ ആള് ഭഗവാനോട് പകരം വീട്ടാൻ വേണ്ടി ശ്രമിച്ചു. ബാണരണാദിഭീതൈർ, ബാണയുദ്ധത്തില്, ബാണനും കൃഷ്ണനുമായി ഉണ്ടായ യുദ്ധത്തില് പേടിച്ചോടിപ്പോയവരൊക്കെയാണ്. അവരെയൊക്കെ ഒന്നിച്ചു കൂട്ടി, പട കൂട്ടി ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഭൂതൈ കഥഞ്ചന ഹൃദൈ സമമഭ്യമുഞ്ചൽ. ആ ഭൂതങ്ങളെ, ശിവകിങ്കരന്മാരെയൊക്കെ കൂട്ടി, ശിവഗണങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഭഗവാനോട് യുദ്ധത്തിന് വരികയാണ്. അകൃത്യ താലപ്രമാണ ചരണാമഖിലം ദഹന്തീം കൃത്യാം വിലോക്യ ചകിതൈ കഥിതോപി പൗരൈ ദ്യൂതോത്സവേ കിമപി നോ ചലിതോ വിഭോത്വം പാർശ്വസ്തമാശു വിസസർജിത കാലചക്രം. ഈ കൃത്യയെ വർണ്ണിക്കുകയാണ്. കരിമ്പനയുടെ തടി, ട്രങ്ക്, അതുപോലെയുള്ള കാലുകളാണ് ഈ രാക്ഷസിയുടെ. കൃത്യയുടെ, രാക്ഷസിയല്ല കൃത്യ, ആഭിചാരത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി. താലപ്രമാണചരണാമഖിലം ദഹന്തീം, എല്ലാത്തിനെയും ചുട്ടുകരിച്ചുകൊണ്ടാണ്, അഗ്നി വമിച്ചുകൊണ്ട് ചുട്ടുകരിച്ചുകൊണ്ടാണ് വരുന്നത്. കൃത്യം വിലോക്യ ചകിതൈ കഥിതോപി പൗരേ. ആ സമയത്ത് നാട്ടുകാരൊക്കെ, പൗരന്മാര്, സിറ്റിസൺസ്, അവരൊക്കെ ഈ കൃത്യയെ കണ്ട് ചകിതരായി തീർന്നു, എന്ത് ചെയ്യണമെന്നറിയാതെയായി തീർന്നു. അപ്പൊ എല്ലാവരും പോയി കൃഷ്ണനോട് വിവരം പറയാൻ വേണ്ടി പലരും പോയി. ദ്യൂതോത്സവേ കിമപിനോ ചലിതോ വിഭോത്വം. ആ സമയത്ത് ദ്വാരകയില് ഭഗവാൻ ചൂതുകളിയിൽ മുഴുകിയിരിക്കുകയാണ്, ഇഷ്ടമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കൃത്യ വന്ന വരവിനെ പറ്റി എല്ലാവരും പോയി പറയുന്നത്. ഭഗവാൻ അവിടുന്ന് എഴുന്നേൽക്കണമൊന്നുമില്ല. അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പാർശ്വസ്തമാശു വിസസർജിത കാലചക്രം. ചൂതുകളിയുടെ രസം, ദ്യൂതോത്സവേ, അത് കിമപിനോ ചലിതോ വിഭോത്വം, ഒന്നും ചലിക്കുക പോലും ചെയ്തില്ല, അവിടെ ഇരുന്ന് ചൂത് കളിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ പെട്ടെന്ന് സുദർശന ചക്രത്തെ
കൃത്യയെ നേരിടാൻ വേണ്ടി സുദർശന ചക്രത്തെ തന്നെ അയക്കും. അമിതധാംനി ഭവൻ മഹാശ്രയം അഭ്യാപതത്യമിതധാംനി ഭവൻ മഹാശ്രയം ആഹേതി വിദ്രുതവതീ ഖലു ഘോരകൃത്യ രോഷാത്സു ദക്ഷിണമദക്ഷിണ ചേഷ്ടിതം തം കുപ്ലോഷചക്രമഭികാശിപുരീമധാക്ഷി. എല്ലാത്തിനെയും ദഹിപ്പിച്ചു കൊണ്ടുവരുന്ന ആ കൃത്യയെ ഭഗവാന്റെ സുദർശന ചക്രം പോയിട്ട് നല്ല പോലെ തപിപ്പിക്കാൻ തുടങ്ങി, ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി. അതില് ഈ കൃത്യക്ക്, എല്ലാവരെയും ദഹിപ്പിക്കാൻ വന്ന കൃത്യക്ക് അതില് കൃത്യ ഉടനെ ഉറക്ക നിലവിളിച്ചുകൊണ്ട് ആ ഘോരയായിട്ടുള്ള കൃത്യ അവിടെ നിന്ന് ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി. കാരണം ഭഗവാന്റെ സുദർശനം കൊടുത്ത ദ്രോഹം അത്ര വലുതായിരുന്നു. രോഷാത് ആ സമയത്ത് കൃത്യ എന്ത് ചെയ്തു? ദേഷ്യം വന്നു. ആരോട്? തന്നെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് അയച്ച സുദക്ഷിണനോട്. ആ സുദക്ഷിണന്റെ അടുത്ത് പോയി സുദക്ഷിണന്റെ അദക്ഷിണ ചേഷ്ടിതം, ഒരിക്കലും യോജിക്കാത്ത ഒരു കാര്യമാണ് സുദക്ഷിണൻ ആഭിചാരത്തിലൂടെ ചെയ്തത്. എല്ലാവരും വന്ദിക്കുന്ന ദൈവത്തിന്റെ നേർക്കാണ് ആഭിചാരം ചെയ്തിട്ട് ഒരു കൃത്യയെ അയച്ചത്. അങ്ങനെയുള്ള സുദക്ഷിണന്റെ സുദക്ഷിണൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ, ചെയ്യണതൊക്കെ അദക്ഷിണമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ വ്യക്തിയെ ഈ കൃത്യ പോയിട്ട് തെറ്റിപ്പിച്ചു. അങ്ങനെ സുദക്ഷിണന്റെ അച്ഛൻ കാശിരാജാവ് മരിച്ചു. സുദക്ഷിണൻ തന്നെ ഇപ്പോ ഈ കൃത്യയുടെ ആക്രമണത്തിൽ മരിച്ചുപോയി. അങ്ങനെ അപ്പോഴേക്കും ഭഗവാന്റെ ചക്രം പിന്നാലെ എത്തി കാശിപുരത്തെ മുഴുവനും ഭഗവാന്റെ ചക്രം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ ഖലു വിവിധോ രക്ഷോഘാതെ, ആ കഥയും അവിടെ അവസാനിച്ചു. പിന്നെ വിവിധന്റെ കഥ പറയുന്നു. സ ഖലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുരാ തവതു കലയാ മൃത്യും പ്രാപ്തും തഥാ കലതം ഗത നരക സജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ജഡിതി ഹലിന യുദ്ധ്യന്നപാദതലാ കഥ. ആ സമയത്ത് ഇനി വിവിധന്റെ വധം കൂടി ഇവിടെ പറയാൻ 2 കഥകൾ ഇനിയും ബാക്കിയുണ്ട്. വിവിധന്റെ കഥ, സാമ്പന്റെ കഥ. വിവിധൻ എന്ന് പറയുന്നത് ഒരു വാനരൻ. ത്രേതായുഗത്തില് ഭഗവാന്റെ കൈങ്കര്യം നല്ലപോലെ ചെയ്തിട്ടുള്ള ഒരു വാനരൻ, സുഗ്രീവന്റെ സൈന്യത്തിലെ ഒരംഗം. പക്ഷേ ആ വിവിധന് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണം എന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് അടുത്ത ജന്മത്തില്, അടുത്ത യുഗത്തില്, ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗം വന്ന സമയത്ത് ആ വ്യക്തി, ആ വിവിധൻ ഇപ്പോഴും കുരങ്ങനായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു യുഗം മാറിയെങ്കിലും ഉത്കടമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാന്റെ കൈകൊണ്ട് മൃത്യു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. ഇതൊരു വേർഷൻ. എന്നാൽ വേറൊരു വേർഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, രാമാവതാര കാലത്ത് ശ്രീരാമൻ സ്വാമിയുടെ ലക്ഷ്മണനോടുള്ള വാത്സല്യം കണ്ട സമയത്ത് ചില കുരങ്ങന്മാർക്കൊക്കെ അസൂയ തോന്നി ഭഗവാനോട്, ലക്ഷ്മണനോട്. എങ്ങനെയാണ് ഇങ്ങനെ ശ്രീരാമസ്വാമിയുടെ സ്നേഹം പിടിച്ചു പറ്റിയത് ഈ ലക്ഷ്മണൻ? അതുകൊണ്ട് ഈ ലക്ഷ്മണനോട് അസൂയ തോന്നി. അതേ ലക്ഷ്മണൻ തന്നെയാണ് ഇപ്പോ ഈ ജന്മത്തില് കൃഷ്ണൻ ബലരാമസ്വാമിയായിട്ട് വന്നിരിക്കുന്നത്, കൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ട്. അപ്പോ ബലരാമസ്വാമിയോട് ഇപ്പോ വിവിധന ദേഷ്യമാണ്. ബലരാമസ്വാമിയെ എപ്പോഴും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ടത്. സഖലു വിവിധോ രക്ഷോകാതേ കൃതോപകൃതി പുര. ആ വിവിധൻ, അതേ വിവിധൻ. ഏത് വിവിധൻ? രാക്ഷസന്മാരെ ഭഗവാൻ ശ്രീരാമൻ കൊല്ലുന്ന സമയത്ത് ഭഗവാന് വേണ്ടി അനേകം കൈങ്കര്യം ചെയ്ത ആ വിവിധൻ തവതു കലയാ മൃത്യും പ്രാപ്തും തഥാ ഫലദം ഗത. അവിടുത്തെ കൈകൾ കൊണ്ട് തന്നെ മരിക്കണം എന്ന് വിചാരിച്ചിട്ട് അനേകം ഖലത്വം, വളരെ തീരെ കൊള്ളരുതാത്ത പെരുമാറ്റമൊക്കെ സ്വീകരിച്ചു നിൽക്കുകയാണ് വിവിധൻ. ഇപ്പോ ഭഗവാൻ കൊല്ലട്ടെ, നല്ല പ്രൊവൊക്കേഷൻ ഭഗവാന് കൊടുത്താൽ ഭഗവാൻ എന്നെ കൊല്ലും, എനിക്ക് മോക്ഷം കിട്ടും. നരക സജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ഝടിതി ഹരിന യുദ്ധ്യന്നദ്ധാപപാദതലാഹത. നരകൻ
നരകനെ കൊല്ലണത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. ആ നരകാസുരന്റെ സജീവനായിട്ട് മന്ത്രിയായിട്ടാണ് ഇപ്പോ വിവിധൻ വാഴുന്നത്. ദേശക്ലേശം, എല്ലാ ദേശങ്ങൾക്കും ക്ലേശം കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആ വിവിധനെ ഭഗവാന് അലിയായിട്ടുള്ള കലപ്പ ഏന്തി നിൽക്കുന്ന ഭഗവാന് ശ്രീരാമ ബലഭദ്രസ്വാമിക്ക് കൊല്ലണ്ടി വന്നു. നരക സജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികെ, ദ്വാരകയുടെ നേരെ പുറത്തു വെച്ചിട്ട് ഈ വിവിധൻ രൈവതക പർവ്വതത്തില് ഭഗവാൻ ചെന്ന സമയത്ത്, ബലരാമസ്വാമി അവിടെ ചെന്ന സമയത്ത് ഭഗവാൻ ബലരാമസ്വാമിയെ വേണ്ട വിധം അവിടെ രമിക്കാനോ വിരാജിക്കാനോ സമ്മതിക്കാതെ വിവിധൻ ദോഷം കൊടുത്ത സമയത്ത് ഭഗവാൻ വിവിധനെ കൊന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ബലരാമസ്വാമി കൊന്നു. അങ്ങനെ വിവിധനെ കൊന്ന കഥയും അതില് ഒരു മുഴുവനും ചാപ്റ്ററാണ് വിവിധനെ കൊന്നു എന്ന് പറയുന്നു. പിന്നെ അവസാനത്തെ അധ്യായത്തില് അവസാനത്തെ ശ്ലോകത്തില് 10ാമത്തെ ശ്ലോകത്തില് സാമ്പനെ കൗരവാദികള് ബന്ധിച്ച കഥ പറയുന്നു. സാമ്പം കൗരവ്യപുത്രീ ഹരണ നിയമിതം. എത്ര കണ്ടൻസ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ വലിയ വലിയ കഥകൾ പറയുന്നത് അറിയോ? അത് നമുക്ക് ഓരോ വാചകം എടുത്താലും അതിനെ നമുക്ക് അൺഫേൾ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ചുരുളായിട്ട് അർത്ഥങ്ങൾ പുറത്തു വരും. സാമ്പൻ ജാമ്പവതി പുത്രനാണ്. ഭഗവാന്റെ ജാമ്പവതിയിലുണ്ടായ പുത്രൻ സാമ്പൻ. ആ സാമ്പന് ദുര്യോധനന്റെ പുത്രിയായ ലക്ഷണയെ സ്വന്തമാക്കണം എന്ന് തോന്നി. എന്നിട്ട് കൗരവ രാജധാനിയില് ആ പെൺകുട്ടിയുടെ സ്വയംവരം നടക്കുകയാണ്. അവിടെ പോയിട്ട് സാമ്പൻ ആ പെൺകുട്ടിയെ അപഹരിച്ചു കൊണ്ടുവന്നു. അപഹരിച്ചു കൊണ്ടുവന്ന സമയത്ത് കൗരവപ്പട പിന്നാലെ പോയി സാമ്പനെ കെട്ടി ബന്ധനസ്ഥനാക്കി തടവറയിലാക്കി. ആ സമയത്ത് യാദവ സൈന്യമാണ് ശരിക്കു കൗരവ പടയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോണ്ടത്. പക്ഷേ ബലരാമസ്വാമി അവരെയൊക്കെ തടുക്കും. എന്നിട്ട് പറയും, ഈ കുരു രാജാക്കന്മാർ കൗരവന്മാരുടെ അടുത്ത് ഞാൻ പോവാം, ഞാൻ പോയി പറഞ്ഞാൽ അവർക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നും, സാമ്പനെ വിട്ടുതരും എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു. അപ്പോ യാദവ സൈന്യം പോണ്ട യുദ്ധം ചെയ്യാൻ, ഞാൻ അനുനയ വാക്കുകൾ പറഞ്ഞിട്ട് നയത്തില് കാര്യം സാധിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ സാന്ത്വനം കൊടുക്കാൻ കൂടിയാണ്, എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ് സ്വാമി അവിടെ പോയത്. പക്ഷേ അവിടെ നിന്ന് ഒരു ദൂത് അകത്തേക്ക് പറഞ്ഞയക്കും. അതായത് കൗരവന്മാരുടെ അടുത്ത്, ദുര്യോധനന്റെ അടുത്ത് പോയി പറയാൻ വേണ്ടി ഒരാളെ അയക്കും. അയാൾ വന്ന് പറഞ്ഞത് ഇതായിരുന്നു, ഉഗ്രസേന മഹാരാജാവിന്റെ പ്രതിനിധികളായിട്ടുള്ള യാദവന്മാര് ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ബലരാമസ്വാമിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. വേഗം ഉടനെ തന്നെ മാപ്പ് പറഞ്ഞിട്ട് സാമ്പനെ മോചിപ്പിക്കൂ. അതല്ലെങ്കിൽ അവര് ബലരാമസ്വാമിയുടെ ആൾക്കാര് വേണ്ട വിധത്തിൽ തക്കതായിട്ടുള്ള നടപടിയെടുക്കും എന്ന് പറഞ്ഞു. ഇത് വന്ന് കേട്ടതും കൗരവ രാജധാനിയിൽ ആ ദൂതൻ വന്ന് പറഞ്ഞതും അവരെല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഈ സന്ദേശം അയച്ച സ്വാമിയെ, അതായത് ബലരാമസ്വാമിയെ പരിഹസിക്കുന്നത് തുല്യമായി തീർന്നു. അത് ഉറക്കുറക്കെ ചിരിക്കും. എന്നിട്ട് ആ സമയത്ത് ഭഗവാന് ദേഷ്യം വരും. ആ അനുനയ വാക്കില് പറയാൻ പോയ ആൾക്ക് ദേഷ്യം വരും. എന്നിട്ട് ഉടനെ തന്നെ ഹസ്തിനപുരത്തെ മുഴുവനും യമുനയിലേക്ക് ഒഴുക്കാൻ പാകത്തിന് കലപ്പ ഉപയോഗിച്ചിട്ട് ഹസ്തിനപുരത്തെ ഭൂമിയിൽ നിന്ന് പുഴക്കിയെടുത്തിട്ട് യമുനയിൽ കൊണ്ടുപോയിട്ട് ഇടാനുള്ള ഒരു പുറപ്പാടായിരുന്നു. പിന്നെ എല്ലാവരും ഇടപെട്ട് പറഞ്ഞ സമയത്ത് ബലരാമസ്വാമി അത് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും ഡൽഹിയിൽ പോയാല് ഡൽഹിയുടെ
ആ ടെറൈൻ നോക്കിയാൽ ഒരു ഭാഗത്ത് ഉയർന്നിട്ടും മറുഭാഗത്ത് താണിട്ടുമാണ് ഇത് ഭഗവാൻ അന്ന് ചെയ്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഭഗവാൻ കലപ്പ കൊണ്ട് നിരപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച് ഒരു ഭാഗത്തേക്ക് വലിച്ചതാണ് ഇതിന് കാരണം എന്നും നമ്മൾ വിശ്വസിക്കുന്നു. സാംബം കൗരവപുത്രീ ഹരണ നിയമിതം സാന്ത്വനാർത്ഥി ഗുരുണാം യാത തദ്വാക്യരോഷധൃതകരിനഗരോ മോചയാമാസ രാമ. അങ്ങനെ കൗരവന്മാര് പരിഹസിച്ച് ചിരിച്ചതുകൊണ്ട് ദേഷ്യം വന്നിട്ട് അവരെ മുഴുവനായിട്ട് തോൽപ്പിക്കും. രോഷം പൂണ്ട് കരിനഗരം, ഹസ്തിനാപുരി എന്ന മറ്റൊരു പേര് കരിനഗരം, ഹസ്തിനാപുരിയില് എല്ലാത്തിനെയും തോൽപ്പിക്കുന്ന വിധത്തില്, കുഴച്ചു മറിക്കുന്ന വിധത്തില് ഭഗവാൻ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് കൗരവന്മാര് വേഗം സാമ്പനെ മോചിപ്പിച്ചു. ഭഗവാന്റെ കാൽക്കൽ വന്ന് മാപ്പു പറയും. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ അതേസമയം യാദവ സൈന്യത്തെ അങ്ങോട്ട് അയക്കേണ്ടതായിരുന്നു. കൃഷ്ണൻ അത് അയച്ചില്ല. കാരണം എന്താ വെച്ചാല് ഈ സമുദ്രത്തിലെ കൃഷ്ണൻ അത് ചെയ്തില്ല. കാരണം എന്താ വെച്ചാല് സമുദ്രം പോലെ പരന്നു നിൽക്കുന്ന കൗരവ സൈന്യങ്ങള് 11 അക്ഷൗഹിണികളായിരുന്നു മഹാഭാരത യുദ്ധത്തില് കൗരവന്മാരുടെ പക്ഷത്ത്. അവരെ മുഴുവനും ഇല്ലാതാക്കേണ്ടത് പാണ്ഡവന്മാരുടെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്. അത് അവരുടെ പ്രിവിലേജ് ആയിരിക്കും. അതിന് പോയിട്ട് ഇടപെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. തം ത്വാം ദുർബോധലീലം പവനപുരപതി താപശാന്തി നിഷേവി. അങ്ങനെയുള്ള ഭഗവാന്റെ ലീല ആർക്കും ഇന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ദുർബോധലീലം, ആർക്കും ബോധിപ്പിക്കാൻ പറ്റാത്ത ലീലകൾ ആടുന്ന ഹേ ഭഗവാനെ, പവനപുരപതേ, ഗുരുവായൂരപ്പ, താപശാന്തി നിഷേവേ, അങ്ങയെ ഞാൻ താപശാന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ദശകം അവസാനിക്കുന്നത്. പറഞ്ഞതൊക്കെ നമുക്ക് ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാം. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ ത്വയി സർവം സമർപ്പിതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ. ഹരി ഓം. ഹരി ഓം അമ്മായി. ഹരി ഓം. ഹരി ഓം.